വിവാഹത്തിന് മുമ്പുള്ള സമത്വം എന്ന ആശയം അർത്ഥമാക്കുന്നത് എന്താണ്? ഇത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് എഴുതാൻ സാധിക്കില്ല. BR അംബേദ്കറിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് SCERTയിലെ ഓരോരോ ചാപ്റ്ററും PYQ കൃത്യമായി പഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഏതൊരു പരീക്ഷയ്ക്കും, പ്രത്യേകിച്ച് പ്രിലിംസിന്, ഈ ക്ലാസ്സിൽ നിന്നും 1 മാർക്ക് ഷുവർ ആയിട്ടും കിട്ടും. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? നന്നായി പഠിക്കുന്നുണ്ടോ കൂട്ടുകാരെ? നോക്കൂ, നമ്മൾ ഇതാ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് പഠിക്കുകയാണ്, മൗലികാവകാശങ്ങൾ. ഭരണഘടനയില് നിങ്ങൾക്കറിയാം ഭാഗം 3. ആ ഭാഗം 3-ൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. PSC പരീക്ഷകളിൽ എല്ലാ ചോദ്യപേപ്പറിലും കാണുന്ന ഒരു ഏരിയ കൂടിയാണ് മൗലികാവകാശങ്ങൾ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ 8ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും, ഈ ചാപ്റ്ററിലെ പകുതി കാര്യങ്ങൾ നമുക്ക് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കത് പഠിക്കാം. നോക്കൂ, ഒരു ചോദ്യം ഇതാണ്: ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന നിർദ്ദേശ തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ആരാണ്? 2 വർഷം മുമ്പ് ചോദിച്ച PSC ചോദ്യപേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മക്കളെ ഗ്രാൻവില്ലെ ഓസ്റ്റിൻ എന്ന വ്യക്തിയാണ്. എന്താണ് പേര്? ഗ്രാൻവിൽ ഓസ്റ്റിൻ എന്ന വ്യക്തിയാണ് ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന്, മൗലികാവകാശങ്ങളെയും നിർദ്ദേശക തത്വങ്ങളെയും വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായത് തിരഞ്ഞെടുക്കുക. ഭരണഘടനയ്ക്കകത്ത് നിങ്ങൾക്കറിയാം ഓരോരോ ഭാഗങ്ങളിൽ ഓരോരോ വിഷയമാണ് അല്ലെ? ഭാഗം 3 എന്താണ്? മൗലികാവകാശമാണ്. മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ഭാഗം 3 ആണ്. ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ശരിയായി തിരഞ്ഞെടുക്കണം. റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടു, ഇത് തെറ്റാണെന്ന് കൂട്ടുകാർക്ക് അറിയാം. മൗലികാവകാശങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടുന്നാണ്? അത് USA, അമേരിക്കയിൽ നിന്നുമാണ്. റഷ്യയിൽ നിന്നും നമ്മൾ കടമെടുത്തത് ചെറിയ വ്യത്യാസമുണ്ട്, അത് മൗലിക ചുമതലകളാണ്. റഷ്യ നമ്മൾ കടമെടുത്തത് എന്താണ്? മൗലിക ചുമതലകളാണ്, മൗലികാവകാശമല്ല, മൗലിക ചുമതലകളാണ്. തെറ്റിക്കോ? മൗലിക ചുമതലകൾ. അപ്പൊ അമേരിക്കയിൽ നിന്നും നമ്മൾ മൗലികാവകാശം കടമെടുത്തു. ന്യായവാദാർഹമായതാണ് എന്ന് വെച്ചാൽ കോടതികളിൽ പോകാം. ന്യായവാദം, നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിലൊരു പരിഹാരം ഉണ്ടാകുന്ന വിഷയമാണോ മൗലികാവകാശം? അതേയല്ലോ. പിന്നെ ന്യായവാദാർഹമായതാണ്, ശരിയാണ്. സ്വത്തവകാശം ആദ്യം മൗലികാവകാശമായിരുന്നു, ഇപ്പൊ അത് ഒഴിവാക്കി, അപ്പൊ അതും ശരിയാണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി. അപ്പൊ 1, 3, 4 എന്നിവ ശരിയാണ്. 1, 3, 4 സിമ്പിളായ ചോദ്യമല്ലേ? അപ്പൊ നമുക്ക് മൗലികാവകാശങ്ങളെ കുറിച്ച് പഠിക്കാം. അതിനു മുമ്പായിട്ട് ഭരണഘടന ഇതുവരെ എടുത്ത മുഴുവൻ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. കൂട്ടുകാരെ, ക്ലാസ് 1 ഭാഗം 1 അതുപോലെ തന്നെ പട്ടിക 7 ലിസ്റ്റ് 8 ഭാഷ 9 ഭൂപരിഷ്കരണം 10 കൂറുമാറ്റം 11 പഞ്ചായത്ത് 12 മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചിരുന്നു. എന്താണ്? 7 ലിസ്റ്റ് 8 ഭാഷ 9 ഭൂപരിഷ്കരണം. ഒരു പാട്ട് പോലെ പാടുക അല്ലെ? 10 കൂറുമാറ്റം 11 പഞ്ചായത്ത് 12 മുനിസിപ്പാലിറ്റി എന്ന് നമ്മൾ പാടിയ പട്ടിക ഉൾപ്പെടെ ഭാഗം 1 ഉൾപ്പെടെ നമ്മൾ പഠിച്ചിരുന്നു. ആ ക്ലാസ് കാണുക. നോക്കൂ, അതിനുശേഷം ICA വ്യത്യസ്തമായ കോഡൊക്കെ വെച്ചിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ പഠിച്ചു, പ്രിയാമ്പിൾ പഠിച്ചു. കൂട്ടുകാർ കാണണം. ICA കുറിച്ച് 4-5 പോയിന്റ് പുതിയ SCERT 8ാം ക്ലാസ്സിൽ പറയുന്നുണ്ട്. 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ്. ഡിസംബർ മാസം 6-ാം തീയതിയാണ് ICA രൂപീകരിക്കുന്നത്. നോക്കൂ, ഡിസംബർ 9-നായിരുന്നു ആദ്യത്തെ മീറ്റിംഗ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഡിസംബർ 9-ന് ആദ്യത്തെ മീറ്റിംഗ് കൂടുന്നു. രൂപീകരിച്ച ഡിസംബർ 6-നാണ്. ഡിസംബർ 11-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അങ്ങനെ ഓരോരോ ഡേറ്റുകളും നമ്മൾ ആ ക്ലാസ്സിൽ, ഈ ക്ലാസ് കാണുക, അതിനകത്ത് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കണം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അധ്യക്ഷൻ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാനപ്പെട്ട ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. നമ്മൾ സമിതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. രൂപീകരണ വേളയിൽ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. രൂപീകരണ വേളയിൽ 389. ഓക്കെ ആണല്ലോ. എന്റെ ചോദ്യം ഇതാണ്: 389 പേരുണ്ടായിരുന്നു. 47 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം എത്ര പേരായി എന്നാ പറയുന്നത്? 299 പേരായി. നാട്ടുരാജ്യങ്ങളിൽ നിന്നും 389 പേരിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നും എത്ര പേരുണ്ടായിരുന്നു? നാട്ടുരാജ്യങ്ങളിൽ നിന്നും നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ക്ലാസ് കണ്ട ഓർമ്മയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കമന്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഓർമ്മയില്ല, അപ്പൊ നിങ്ങൾ ക്ലാസ് പോയിട്ട് കാണുക യൂട്യൂബിൽ, കേട്ടോ.
നമുക്ക് SCERTയിൽ കുറച്ച് കാര്യങ്ങൾ, വേൾഡിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ വിശദമായിട്ട് ഫ്രഞ്ച് വിപ്ലവവും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ക്ലാസ് എടുക്കുമ്പോൾ പറയും. നമ്മൾ മുമ്പ് ക്ലാസ് എടുത്തിരുന്നു, ഇനി ഒരിക്കൽ കൂടി ക്ലാസ് എടുക്കും കേട്ടോ. അപ്പൊ നമുക്ക് ലോക ചരിത്രത്തില് മൗലികാവകാശങ്ങളിലേക്ക് എത്തിപ്പെട്ട കഥയാണ് പറയാനുള്ളത്. മാഗ്ന കാർട്ട. നോക്കൂ, മൗലികാവകാശങ്ങൾ വന്ന വഴിയാണ്. ഞാനത് വായിക്കട്ടെ. എല്ലാവർക്കും അറിയാം മാഗ്ന കാർട്ട എന്നൊക്കെ നമ്മളെ മനസ്സിൽ 1215 അല്ലേ വരിക കൂട്ടുകാരെ? 1215 മറക്കരുത് ആ വർഷം. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. വലിയ പ്രമാണം എന്നാണ് ഇതിന്റെ അർത്ഥം. നോട്ട് ചെയ്ത് വെക്കണം, വലിയ പ്രമാണം. മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം വലിയ പ്രമാണം. ശരിക്കും ഒരു പ്രമാണം തന്നെയല്ലേ? രാജാവും രാജാവിന്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണിത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവ് റണ്ണീമീഡ് മൈതാനത്ത് വെച്ചിട്ട് ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ചു. നമുക്കറിയാം ആ കഥ. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമ തത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി. അതായത് രാജാവിനെ കൊണ്ട് ജനങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് ഒപ്പുവെപ്പിക്കുകയാണ് മാഗ്ന കാർട്ടയില്. അമേരിക്കൻ അവകാശ പത്രികയെ കുറിച്ചാണ് മറ്റൊരു ടോപ്പിക് SCERT പറയുന്നത്. അമേരിക്കയിലേക്ക് പോയി. അപ്പൊ ഇംഗ്ലണ്ടില് 1215 മാഗ്ന കാർട്ട പറഞ്ഞാൽ പിന്നീട് നമുക്ക് അമേരിക്കയിലേക്ക് പോകാം. അമേരിക്കയിൽ നിങ്ങൾക്കറിയാം അമേരിക്കൻ വിപ്ലവം, അവിടെ നടന്ന ചരിത്ര സംഭവങ്ങൾ, അതിന്റെ അവസാനം എന്നോണം 1789. പഠിക്കാൻ സുഖ. കാരണം ഫ്രാൻസിലും അമേരിക്കയിലും ഒരേ വർഷമാണ് ഫ്രഞ്ച് വിപ്ലവം നടന്ന കാലഘട്ടം. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് അതിനകത്തുള്ള മാറ്റം നോക്കൂ. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുക. അതായത് അമേരിക്കൻ ഭരണഘടന വരുന്നു 1789. വർഷം പഠിക്കണം. നമ്മുടെ ഭരണഘടന 1950 നമ്മുടെ ഭരണഘടന വരുന്നു എങ്കിൽ അമേരിക്കൻ ഭരണഘടന 1789 അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ടുള്ള അമേരിക്കൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അമേരിക്കയിലെ അവകാശ പത്രിക വരുന്നു. അമേരിക്കൻ അവകാശ പത്രിക, ബിൽ ഓഫ് റൈറ്റ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ്. എന്താണ് പറയുന്നത്? അവിടെ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ പഠിക്കണം. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം, ഇത് എടുത്തു പറയാണ് തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പൊ അമേരിക്കയിലും ഇതുപോലെ അവകാശങ്ങൾ വരുന്നു. മാധ്യമ പ്രവർത്തനം, മതവിശ്വാസം, സമാധാനപരമായി സംഘം ചേരുക, ജീവനും സ്വത്തിനും അല്ലെ അഭിപ്രായം പറയുക, ഇങ്ങനെ തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കയിൽ വരികയാണ് 1789. അപ്പൊ ഒരു ചരിത്രം മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ് ഈ പറയുന്ന ബിൽ ഓഫ് റൈറ്റ്സ്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അമേരിക്ക. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടേതാണ്. ഇതേ കാലഘട്ടത്തിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. 1789 നല്ല സംഖ്യയല്ലേ ഫ്രഞ്ച് വിപ്ലവം? നോക്കൂ, ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ട്. അത് 1789. എന്താണ് സംഗതി? എന്റെ പിറകിലാണ്, നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ലോക രാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. നമുക്ക് വിശദമായിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. SCERT മറ്റൊരു ചാപ്റ്ററിൽ വിശദമായിട്ട് ഒരു ബോക്സ് ഉണ്ട്, ഫ്രഞ്ച് വിപ്ലവത്തിലെ അവകാശ പ്രഖ്യാപനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് പഠിക്കാം. അപ്പൊ ഇവിടെ വിശദമായിട്ടില്ല. ഇനി നമുക്ക് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ കുറിച്ച് ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ പൗരന്മാർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. പൗരർ ജന്മനാ സ്വതന്ത്രനും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂവെന്നും ഈ പ്രഖ്യാപനം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വിശദമായിട്ട് 10ാം ക്ലാസ്സിലെ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം പഠിക്കാനുള്ളത് കൊണ്ട് ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്യുകയാണ്. നമുക്ക് ആ സമയത്ത് പഠിക്കാം. ആ ചാപ്റ്റർ എടുക്കുമ്പോൾ 1948. നിങ്ങൾക്ക് ഡേറ്റ് അറിയാം. ആ ഡേറ്റ് എല്ലാവരും കമന്റ് ചെയ്യണം. ആ ഡേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ എല്ലാ വർഷവും ആ ഡേറ്റ് ആചരിക്കാറുണ്ട്. 1948 ഏത് തീയതിയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? ആ ഡേറ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. എല്ലാവരും കമന്റ് ചെയ്യണം. എല്ലാ വർഷവും നിങ്ങൾ ആചരിക്കുന്ന ഒരു ഡേറ്റ് ആണ്.
അപ്പൊ 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പിറ്റേത്തെ കൊല്ലം ആലോചിക്കുക, 1948, 1215, 1789, 1789. മനസ്സിലായോ? ഇങ്ങനെ പഠിക്കുക, അതാണ് ചരിത്രം. അപ്പൊ ഇവിടെ 48 എത്തി നിൽക്കുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന UN എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച ഒരു അവകാശ രേഖയാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. കേട്ടല്ലോ, ഇവിടെ ഭരണഘടനയുടെ ദിനം ഞാനിപ്പോ ചോദിച്ചു, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ദിനം. അതായത് ഭരണഘടന നിലവിൽ വന്നത് നിങ്ങൾക്കറിയാം 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി മാസം 26 അല്ലെ? എന്നാൽ ഭരണഘടന അംഗീകരിച്ചത് എപ്പോഴും മാറിപ്പോവും, തെറ്റിക്കരുത്. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അവർ അംഗീകരിച്ചു, ഇത് മതി, അഡോപ്റ്റ് ചെയ്തു എന്നൊന്ന് ചോദിച്ചാൽ കുറച്ച് മാസം മുമ്പ് അല്ലേ? എന്ന് വെച്ചാൽ 1949 നവംബർ മാസം 26. ഇപ്പൊ ജനുവരി 26 റിപ്പബ്ലിക് ആയത് നിലവിൽ വന്നുവെങ്കിൽ നവംബർ 26 മക്കളെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച കഥ ഇവിടെ പറയുന്നുണ്ട്. ആ ഓർമ്മയ്ക്കായിട്ടാണ് നവംബർ 26 ഇന്ത്യയില് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. 12 മുതൽ എന്ന് പറയുമ്പോൾ 12നെ കുറിച്ച് ഡൗട്ട് ഉണ്ടാവും. 12 എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ, മൗലികാവകാശങ്ങൾ, അതൊക്കെ നടപ്പിലാക്കേണ്ടത് ആരാണ്? സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനമല്ല ഉദ്ദേശിച്ചത് അല്ലെ? ഇവിടുത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ഇവിടുത്തെ സിസ്റ്റം, അതാണ് സ്റ്റേറ്റ്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, സ്റ്റേറ്റിനെ കുറിച്ചുള്ള നിർവചനമാണ് നമ്മുടെ ഭരണഘടനയിലെ ഭാഗം 3 ആർട്ടിക്കിൾ 12 പറയുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, മൗലികാവകാശങ്ങളുടെ നിർവചനം. മൗലികാവകാശങ്ങളുടെ നിർവചനം എവിടെ വരുന്നു? ആർട്ടിക്കിൾ 12 വരുന്നു. വിശദമായിട്ട് ഞാൻ പറയാത്തത്, ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പോകുന്നവർ അങ്ങനെ പഠിക്കുക. നമ്മുടെ ക്ലാസ് അങ്ങനെ എടുത്താൽ ആരും കാണില്ല, അതുകൊണ്ട് ഞാൻ വിശദമാക്കാത്ത കേട്ടോ. 12 സ്റ്റേറ്റിന്റെ നിർവചനം അല്ലെങ്കിൽ മൗലികാവകാശങ്ങളുടെ നിർവചനം എന്ന് ആലോചിക്കുക. ആർട്ടിക്കിൾ 13, ഞാൻ ഈ കൊടുത്തിരിക്കുന്ന മെയിൻ ഹെഡിങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ആർട്ടിക്കിൾ 13 പരാമർശിച്ചിരിക്കുന്ന കൺസെപ്റ്റ് അത് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. നീതിന്യായ പുനഃപരിശോധനയെ കുറിച്ചാണ് ആർട്ടിക്കിൾ 13 ഡിസ്കസ് ചെയ്യുന്നത്. മൗലികാവകാശം എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിലാണെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം കടമെടുത്തതും അമേരിക്കയിൽ നിന്നാണ്. പഠിച്ചു വെക്കണം. കടമെടുത്ത ആശയങ്ങൾ എപ്പോഴും മാറിപ്പോ. അപ്പൊ നിങ്ങൾ കുറച്ചായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ സെറ്റ് ആവും. മൗലികാവകാശം എവിടുന്ന് കടമെടുത്തു? നമ്മൾ പറഞ്ഞോ, അമേരിക്ക. പൗരത്വം ബ്രിട്ടൻ, നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ ഇതാ പറയുന്നു ജുഡീഷ്യൽ റിവ്യൂ എവിടുന്ന് കടമെടുത്തു? ജുഡീഷ്യൽ റിവ്യൂ അമേരിക്ക എന്നാണ് കടമെടുത്തത്. എന്താണ് ഈ ജുഡീഷ്യൽ റിവ്യൂ? ഞാനൊന്ന് വായിക്കട്ടെ. പാർലമെന്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങളോ സർക്കാരിന്റെ ഉത്തരവുകളോ മൗലികാവകാശത്തെ ഹനിക്കുകയാണെങ്കിൽ അവയെ അസാധുവാക്കാനുള്ള അധികാരവും പരിശോധിക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? നമ്മുടെ ഈ നാട്ടിലെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുണ്ട്. നമ്മളതിനെ പൊതുവെ റിട്ടുകൾ എന്നൊക്കെ പറയും. നമുക്കറിയാം, റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കാണ്. നിങ്ങൾക്കും എനിക്കും ഒരു മൗലികാവകാശം ഇവിടെ ഹനിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് കോടതികളെ സമീപിക്കാം, നേരിട്ട് പോകാം, സുപ്രീം കോടതി പോകാം, ഹൈക്കോടതി പോകാം. അപ്പൊ അങ്ങനെയുള്ളാവുന്ന സമയത്ത് അതിനെ സംരക്ഷിക്കുക ആരാണ്? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്ന ആരെയാണ്? നമുക്ക് പറയാം, അത് സുപ്രീം കോടതിയാണെന്ന് പറയാം കേട്ടോ. അത്തരത്തില് സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. ഹൈക്കോടതിയാണെങ്കിൽ ആർട്ടിക്കിൾ 226 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പൊ 2 ആർട്ടിക്കിൾ അവിടെ പഠിച്ചു. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഏത് ആർട്ടിക്കിളാണ്? റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 32. ഹൈക്കോടതിക്കാണെങ്കിൽ ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 226 സെറ്റാണോ? ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതിയുടെ ആർട്ടിക്കിൾ കൂടി ഇവിടെ പറയാം. ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 368. അങ്ങ് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. 368 ഭരണഘടനാ ഭേദഗതി ഏത് ആർട്ടിക്കിളാണ്? അറിയാത്ത പുതിയ കുട്ടികൾ ബൈഹാർട്ട് പഠിക്കുക. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 226 ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം. 226 ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സുപ്രീം കോടതി ആണെങ്കിലും ഹൈക്കോടതി ആണെങ്കിലും ഇത്തരത്തില് ഓരോരോ നിയമങ്ങളെയും വീണ്ടും പരിശോധിക്കുക, ജുഡീഷ്യൽ റിവ്യൂ ചെയ്യുക, അല്ലെ നമ്മൾ പറയും റിവ്യൂ ചെയ്യുക, അതിനുള്ള അധികാരമുണ്ടെന്ന് പറയുകയാണ് ആർട്ടിക്കിൾ 13. ജുഡീഷ്യൽ റിവ്യൂ അത് കടമെടുത്ത ആശയം അമേരിക്ക എന്നാണ്. മറ്റൊരു പോയിന്റ്, ഇങ്ങനെയൊക്കെ എല്ലാ നിയമങ്ങളെയും റിവ്യൂ ചെയ്യുമ്പോൾ ഭരണഘടനാ ഭേദഗതിയെ ഈ ഒരു നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ആർട്ടിക്കിൾ 13 പ്രത്യേകം ശ്രദ്ധിക്കണം. SCERT മക്കളെ
നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ പഠിച്ചു തുടങ്ങുകയാണ്. പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക മൗലികാവകാശങ്ങൾ എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. ഏതൊക്കെയാണ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് മുഴുവൻ നമ്മൾ പഠിക്കല്ലോ. 6 എണ്ണമാണ് മൗലികാവകാശങ്ങൾ. 1 സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്ക്രീനിൽ കാണാമല്ലോ. 3 ചൂഷണത്തിനെതിരായ അവകാശം, റൈറ്റ് ടു അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം. 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5 എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. 5 ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസവും സാംസ്കാരികപരവുമായ അവകാശം, അല്ലെ? 6 ഭരണഘടനാ പ്രതിവിധിക്കുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനാ പരിഹാര മാർഗങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. ഈ പറയുന്ന 6 എണ്ണമാണ് മൗലികാവകാശങ്ങൾ നിങ്ങളുടെയും എന്റെയും. ഈ 6 എണ്ണത്തിൽ നമ്മളിപ്പോൾ പറയുന്നു ഒന്നാമത്തത് റൈറ്റ് ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. അത് ഏത് മുതൽ ഏത് വരെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 14 മുതൽ 15 ഉണ്ട്, 16 ഉണ്ട്, 17 ഉണ്ട്, ദെൻ 18 ഉണ്ട്. ഞാനൊരു രസത്തിന് ഇങ്ങനെ വരച്ചതാണ്. അപ്പൊ നമുക്ക് പറയാം ഏത് മുതൽ ഏത് വരെ? 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. തറവാണ് എല്ലാവർക്കും ഈ ഒരു ഗ്യാപ്പ് 14 to 18. സമത്വം. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. PDF എല്ലാം ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ ഉണ്ടാവും. ഓക്കെ. 13 ജുഡീഷ്യൽ റിവ്യൂ ആണെങ്കിൽ, 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. തുല്യ നിയമ സംരക്ഷണം. ഇതിങ്ങനെ തന്നെ പഠിക്കണം. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, തുല്യ നിയമ സംരക്ഷണം. ഇത് രണ്ടുമാണ് ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, തുല്യ നിയമ സംരക്ഷണം, ആർട്ടിക്കിൾ 14. 14 മുതൽ 18 വരെ സമത്വത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പല ടൈപ്പ് സമത്വത്തെ കുറിച്ച്. അപ്പൊ 14 ആദ്യം പറയുന്നത് നിയമത്തെ കുറിച്ചാണ്. എന്താണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യ? ഇക്വാലിറ്റി ബിഫോർ ലോ. എല്ലാവർക്കും ഒരേ നിയമമാണ് ബാധകമാകുന്നത്, അല്ലെ? ഇന്ത്യ മഹാരാജ്യത്ത് നമുക്കറിയാം, നമ്മളൊരാളെ കൊന്നു, നമ്മളല്ല, ഏതെങ്കിലും ഒരാളെ കൊന്നു. അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഇപ്പൊ ഡൽഹിയിൽ വേറൊരാളെ കൊന്നു. ഡൽഹിയിൽ ഒരു പണക്കാരനാണ് കൊന്നത്, ഇവിടെ ഒരു പാവപ്പെട്ടവനാണ് കൊന്നത്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിയമം കോടതി പോകുമ്പോൾ ഒരു വ്യത്യാസമില്ല. എല്ലാവർക്കും ഒരേ നിയമമാണ് ബാധകമാകുന്നത്. ചിന്തിക്കുക, ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ആർക്കും പ്രത്യേക അവകാശങ്ങളില്ല. ശ്രദ്ധിക്കണം, ആർക്കും പ്രത്യേക അവകാശങ്ങൾ കൊടുക്കരുത് എന്ന് സ്റ്റേറ്റിനോട് പറയാം എന്ന് പറയും. അവർ നെഗറ്റീവ് ഇല്ലേ? ആർക്കും അങ്ങനെ പ്രത്യേക എന്താ കൊമ്പുണ്ടോ ചോദിക്കില്ലേ? ഓൻ എന്താ കൊമ്പുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ ആർക്കും പ്രത്യേകമായിട്ടൊരു അവകാശം ഒന്നും കൊടുക്കണ്ട. എടോ സ്റ്റേറ്റേ, ഭരണഘടന പറയാം, എടോ സ്റ്റേറ്റ് നീ കൊടുക്കണ്ട. അപ്പൊ എന്താണ് അവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, കൊടുക്കണ്ട. ഓക്കെ, നെഗറ്റീവ്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് PSC പരീക്ഷകൾ ചോദിക്കും ഭരണഘടന മൗലികാവകാശങ്ങൾ നെഗറ്റീവ് സ്വഭാവമുള്ളതും പോസിറ്റീവ് സ്വഭാവമുള്ളതുമാണ്, അല്ലേ? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാറുണ്ട് PSC ക്വസ്റ്റ്യനിൽ. അപ്പൊ നെഗറ്റീവ് നമ്മൾ നിൽക്കും, മൗലികാവകാശം ഒക്കെ പോസിറ്റീവ് അല്ലേ, പിന്നെ ഇതെങ്ങനെ നെഗറ്റീവ്? നോക്കൂ, നമ്മളെ സംബന്ധിച്ച്, ഒരു പൗരനെ സംബന്ധിച്ച് മൗലികാവകാശങ്ങൾ എല്ലാം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ അവകാശം, അടിമത്തത്തിനെതിരെയുള്ള അവകാശം, ബാലവേല, എല്ലാം നമുക്ക് പോസിറ്റീവാ. പക്ഷെ സ്റ്റേറ്റിനോട് ചില കാര്യങ്ങൾ ഭരണഘടന പറയുമ്പോൾ അത് നെഗറ്റീവ് രൂപത്തിലും പോസിറ്റീവ് രൂപത്തിലും സ്റ്റേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് എന്തുദ്ദേശിക്കുന്നത്, ചിലത് നെഗറ്റീവ്, ചിലത് പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, തുല്യ നിയമ സംരക്ഷണം. ഓക്കെ ആണോ? ഇതാണ് ആർട്ടിക്കിൾ 14. ഇവിടെ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുമ്പോൾ ആർക്കും പ്രത്യേക അവകാശങ്ങൾ ഇല്ല എന്ന് സ്റ്റേറ്റിനോട് പറയാണ്. ഇത് ബ്രിട്ടീഷ് നിയമത്തിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് നിയമത്തിൽ നിന്നാണ് ഇത് കടമെടുത്തത്. ബ്രിട്ടനിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ രാജാവിനൊക്കെ പ്രത്യേകിച്ച് ചില ആനുകൂല്യമൊക്കെ ഉണ്ട്, അത് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ജനങ്ങളെ കുറിച്ചാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ബ്രിട്ടനിൽ എന്താ രാജാവിന് കൊമ്പുണ്ടല്ലോ? കൊമ്പുണ്ട്, അവിടെ കൊമ്പുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഉണ്ട്, കൊമ്പുള്ള ആളുകളൊക്കെ ഉണ്ട്, ഞാൻ പറയാം. അപ്പൊ നിയമത്തിന് മുമ്പിൽ തൽക്കാലം എല്ലാവരും തുല്യരാണ്, ഇക്വാലിറ്റി ബിഫോർ ലോ. സെറ്റ് 14. അവിടെ 2 ടൈപ്പിലാണ് അത് പറയുന്നത്. മറ്റൊന്ന് തുല്യ നിയമ സംരക്ഷണം. എന്താണ് തുല്യ നിയമ സംരക്ഷണം? 1 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെങ്കിൽ, 2 തുല്യ നിയമ സംരക്ഷണം. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. എന്താ മക്കളെ? തുല്യ സാഹചര്യങ്ങളുള്ള എല്ലാവർക്കും ഒരേ നിയമം, ഒരുപോലെ സംരക്ഷണം നൽകുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. ഒന്നുകൂടി വായിക്കാം. തുല്യ സാഹചര്യങ്ങളുള്ള എല്ലാവർക്കും നിയമം ഒരുപോലെ സംരക്ഷണം നൽകും. ഇപ്പോ
നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊലപാതകത്തെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടണം, നിങ്ങൾക്കൊരു ആനുകൂല്യം പോകണം അല്ലെ. ഒരു സ്റ്റേഷനിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരാളെന്തെങ്കിലും ഉപദ്രവിക്കുക, നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തൊരു ഇന്നലെ ഞാൻ മറ്റേ ക്യാബിനറ്റിൽ ചക്ക വെക്കുന്നു പറഞ്ഞിട്ട് പ്ലാവ് വെട്ടണമെന്ന് പറഞ്ഞൊരു ചേച്ചി പോയി. അപ്പൊ ആ ചേച്ചിക്ക് ശരിക്കും നമുക്ക് നിയമത്തിന്റെ സംരക്ഷണം കൊടുക്കണം. അതൊരു മന്ത്രിയുടെ വീട്ടിലേക്കാണെങ്കിൽ പെട്ടെന്ന് പിറ്റേന്ന് തന്നെ പോയി വിട്ടും, പാവപ്പെട്ട ഒരാളുടെ വീട്ടിലേക്കാണെങ്കിൽ അങ്ങനെയില്ല. സംരക്ഷണം കൊടുക്കേണ്ടത് തുല്യ സാഹചര്യങ്ങളുള്ള എല്ലാവർക്കും നിയമം ഒരുപോലെ സംരക്ഷണം നൽകണം. ഇതാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ് കേട്ടോ. മറ്റേ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, ഒരു പ്രത്യേകിച്ച് ഒരു അവകാശമൊന്നും ആർക്കും ഇല്ല. നോക്കൂ, നമ്മുടെ നാട്ടിനകത്ത് സ്റ്റേറ്റ് നടപ്പിലാക്കുമ്പോൾ സ്റ്റേറ്റിനോട് എന്താ പറയുന്നത്? എല്ലാവർക്കും ഒരുപോലെ സംരക്ഷണം നൽകൂ എന്നാ പറയുന്നത് കേട്ടോ. മറ്റേത് ഒരാൾക്ക് പ്രത്യേക ആനുകൂല്യമൊന്നും കൊടുക്കരുത് കേട്ടോ എന്നാ പറയുന്നത്. ഇവിടെ നൽകും, എല്ലാവരും ഒരുപോലെ നോക്കൂ, പോസിറ്റീവാ. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക്? എല്ലാവരെയും നിങ്ങൾ ഒരുപോലെ സംരക്ഷണം നൽകൂ, എല്ലാവരെയും നിങ്ങൾ ചേർത്ത് നിർത്തൂ എന്ന് പറയില്ല നമ്മൾ, ഒരു പോസിറ്റീവ് അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരേ അവസ്ഥയിലുള്ളവരോട് നിയമം ഒരുപോലെ പെരുമാറണം. അവിടെ ഒരുത്തനെ ഇങ്ങനെ പ്രത്യേകിച്ചാക്കണം, ഒരുത്തനെ പ്രത്യേകിച്ചാക്കരുതൊന്നുമില്ല, എല്ലാവരോടും ഒരുപോലെ പെരുമാറണം, പോസിറ്റീവ്. ഇത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയമാണ്. അമേരിക്കയിൽ ആ രാജ്യം, ആ സ്റ്റേറ്റ് എല്ലാവരോടും ഒരുപോലെ പെരുമാറണം എന്നാ പറയാ. പ്രത്യേക ആനുകൂല്യം കൊടുക്കരുതെന്നും കൊടുക്കണം എന്നൊന്നും പറയില്ല, എല്ലാവരും ഒരുപോലെ പെരുമാറണം. എന്നാൽ ബ്രിട്ടൻ നമ്മൾ കടമെടുത്തു, നിയമത്തിനു മുമ്പിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾക്ക് ഒരു ആനുകൂല്യം കൊടുക്കണ്ട. മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി കൊന്നു ഒരാളെ അല്ലേ, കലക്ടറാണ്, കലക്ടർ കൊന്നാൽ ക്രിമിനൽ കുറ്റമാണ്. അത് കലക്ടർ കൊന്നാലും നിങ്ങൾ കൊന്നാലും ഒരേ കുറ്റാണ്. അങ്ങനെ പ്രത്യേക ആനുകൂല്യം കൊടുക്കണ്ട, അതാണ് ഇപ്പൊ കൊടുക്കണ്ട. നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യ. അത് ബ്രിട്ടൻ കടമെടുത്തു, കിട്ടുന്നുണ്ടോ? എന്നാൽ എന്താണ് പറഞ്ഞത്? ഒരേ അവസ്ഥയിലുള്ള എല്ലാവരോടും ഒരുപോലെ നമ്മള് ഒരുപോലെ പെരുമാറൂ, പോസിറ്റീവായി ചിന്തിക്കുക. ഓക്കെ ആണല്ലോ? കൊടുക്കണ്ട എന്ന് പറഞ്ഞത് നെഗറ്റീവും, ഇവിടെ പോസിറ്റീവ്. അങ്ങനെ ഒരു ചിന്ത ചിലർക്ക് ഇത് പഠിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ മൗലികാവകാശങ്ങൾ നെഗറ്റീവും പോസിറ്റീവുമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നോക്കൂ, ഇനി ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. നിയമത്തിന് മുമ്പുള്ള സമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന ആശയം അർത്ഥമാക്കുന്നത് ഇഷ്ടങ്ങൾ ഒരുപോലെ പരിഗണിക്കണം. ഇക്വാലിറ്റി ബിഫോർ ലോ, ഇഷ്ടങ്ങൾ ഒരുപോലെ പരിഗണിക്കണം എന്നാണോ? ഏതെങ്കിലും ഒരു പ്രത്യേക അവകാശത്തിന്റെ അഭാവം, ഭരണഘടനയുടെ പരമാധികാരം, ഇതൊരിക്കലല്ല. നിങ്ങൾക്കറിയാം, നിയമങ്ങളുടെ തുല്യ സംരക്ഷണമാണോ? അത് രണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്തു പഠിച്ചിട്ടുണ്ട് 14. അപ്പൊ ഇതുമല്ല. ഇനി ഇത് രണ്ടുമാണ് നമുക്ക് സംശയമുള്ളത്. ഒരു നല്ല ഒരു ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥി ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പം പെട്ടെന്ന് കൺഫ്യൂഷനിലേക്ക് പോകരുത് കേട്ടല്ലോ. ഇത് സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ സംഗതി ഇപ്പൊ ഏകദേശം വേണേ ഒന്നുകൂടി കേട്ട് നോക്കൂ കേട്ടോ. ഒന്നുകൂടി കേട്ട് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളിത് വിട്ട് കളയാം. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞു, തുല്യ നിയമ സംരക്ഷണം എന്നും നമ്മൾ പറഞ്ഞു. അത് രണ്ടായിട്ട് തന്നെ പഠിക്കാൻ പറഞ്ഞു. ഒന്ന് ബ്രിട്ടനെന്നും ഒന്ന് അമേരിക്കയെന്നും കടമെടുത്തെന്ന് പറഞ്ഞു. അവിടെ ഇഷ്ടങ്ങൾ ഒരുപോലെ പരിഗണിക്കണം എന്നാണ്, എല്ലാവരെയും നോക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. ഒരു പ്രത്യേക അവകാശം ആർക്കും ഇല്ല, അഭാവം കേട്ടോ. മുഖ്യമന്ത്രി കൊന്നാലും കൊലപാതകം തന്നെയാണ്, അതാ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതാണ് ശരി, ഇഷ്ടങ്ങൾ ഒരുപോലെ പരിഗണിക്കണം എന്നല്ല പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ ഓപ്ഷൻ എ, നിയമത്തിന് മുമ്പുള്ള സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ചിന്തയിൽ എന്താണ്? പ്രത്യേക അവകാശവാദത്തിന്റെ അഭാവം. ഇതൊരു നെഗറ്റീവ് അല്ലേ? അഭാവം. മനസ്സിലായോ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ വരാറുണ്ട്. നോക്കൂ, അത് പറഞ്ഞത് കൊണ്ട് ഞാൻ ചുമ്മാ ഒരു ചോദ്യം, ഇത് നമ്മൾ ഇന്ന് പഠിക്കുന്നില്ല എങ്കിലും ചോദ്യം കണ്ടതുകൊണ്ട്, തന്റെ നിയമപരമായ കടമ നിർവഹിക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു പൊതു ഉദ്യോഗസ്ഥനെതിരെ ഏത് റിട്ട് പുറപ്പെടുവിക്കും? അറിയുമെങ്കിൽ 5 റിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് 25. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും കേട്ടല്ലോ. റിട്ട് ഏതാണ് നിങ്ങൾ കമന്റ് ചെയ്യും. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി അങ്ങനെയുണ്ടോ? ഇപ്പൊ നമ്മൾ പറഞ്ഞു മുഖ്യമന്ത്രി ഞാനൊക്കെ കണക്കാണ്, പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മുടെ നിയമത്തിന് മുമ്പിൽ ചിലർക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട് ഭരണഘടന. അതാരെന്ന് ചോദിച്ചാൽ അതിനകത്ത് 2 പേരാണ്. ഒന്ന് രാഷ്ട്രപതി, മറ്റൊന്ന് ഗവർണർ. നോക്കാം നമുക്ക്. അപ്പൊ ആൻസർ കിട്ടണം. അതിനു മുമ്പായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ പൗരന്മാർക്കും വിദേശികൾക്കും ലഭ്യമായ മൗലികാവകാശം ഏതാണ്? നല്ലൊരു ചോദ്യം. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ച് മനസ്സിലാക്കണം. പൗരന്മാർക്കും വിദേശികൾക്കും ലഭ്യമായ മൗലികാവകാശം. ഒരു വിദേശി വന്നാൽ അയാൾക്ക് കിട്ടും. വിവേചനം, അയാളും നമ്മളും രണ്ടാണ്. അത് അവിടെ എല്ലായിടത്തും നടക്കുമോ? അയാളെ കേസിൽ ഇല്ല.
മനസ്സിലായോ? ഒരു വിദേശി വന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് നമുക്ക് ഈ പറയുന്ന വിവേചനത്തിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല. പല കാര്യങ്ങളിലും വിവേചനം ഉണ്ടല്ലോ. പൊതു തൊഴിലിന്റെ കാര്യത്തിൽ വിദേശിയാണ്, അയാൾക്ക് കൊടുക്കാൻ പറ്റും, അവസര സമത്വം കൊടുക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നിയന്ത്രിക്കാനൊക്കെ നമ്മുടെ ഇന്ത്യക്കാർക്കുള്ള പോലെ മറ്റൊരു വിദേശിക്ക് കൊടുക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ സംരക്ഷണം. ഇവിടെ ഒരു നിയമമുണ്ട് ബസ് കയറുന്നത്. ഇവിടെ ഒരാളെ കൊലപാതകി, നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ ഒരു ക്രിമിനൽ കുറ്റമുണ്ട്, വിദേശിയാണ്, അയാൾക്ക് കുറച്ച് ശിക്ഷ കൊടുത്താൽ മതി. അങ്ങനെയാണ് അവിടെ ഉള്ളവർ ഇവിടെ വന്ന് കൊല്ലാൻ നിൽക്കൂലേ? അതുണ്ടോ? ഇല്ല. ഇന്ത്യ മഹാരാജ്യത്ത് നിയമത്തിന് മുമ്പിൽ അമേരിക്കക്കാരനും ഇംഗ്ലണ്ടുകാരനും നമ്മളും ഒക്കെ സെയിമാണ്. അപ്പൊ ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 14 വിദേശ പൗരന്മാർക്ക് ഇന്ത്യക്കാർക്കും ഒരുപോലെയുള്ള അവകാശമാണ്, മൗലികാവകാശമാണ് പഠിക്കാൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നിയമസമത്വം ബ്രിട്ടീഷ് പൊതു നിയമത്താണ് നമ്മൾ എടുത്തത്. തുല്യ നിയമ സംരക്ഷണം അമേരിക്കൻ ഭരണഘടന നമ്മൾ എടുത്തത് കേട്ടോ. ഇക്വാലിറ്റി ബിഫോർ ലോ നമ്മൾ ബ്രിട്ടനിൽ നിന്നും, തുല്യ നിയമ സംരക്ഷണം നമ്മൾ അമേരിക്കയിൽ നിന്നും. റൂൾ ഓഫ് ലോ എന്ന ആശയം ആര് കൊണ്ടുവന്നു? AV ഡൈസി. റൂൾ ഓഫ് ലോ, റൂൾ ഓഫ് ലോ AV ഡൈസി, റൂൾ ഓഫ് ലോ AV ഡൈസി പഠിച്ചു വെച്ചേക്കുക. അദ്ദേഹത്തിന്റെ പുസ്തകം എന്റെ പിറകിൽ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ദ ലോ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. AV ഡൈസിയുടെ പുസ്തകമാണ്. ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന് മുന്നിൽ തുല്യത എന്ന തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഗവർണറും രാഷ്ട്രപതിയുമാണ് കേട്ടോ. ഇവർക്ക് ക്രിമിനൽ കുറ്റത്തെക്കുറിച്ചുള്ള ഇളവൊന്നും അല്ല കേട്ടോ പറയുന്നത്. അല്ലാതെ ആർട്ടിക്കിൾ 14 നിയമപ്രകാരം ചില ഇളവുകൾ ലഭിക്കുന്ന ഇന്ത്യയിലെ പദവി എന്ന് പറഞ്ഞാൽ ഒന്ന് ഗവർണർ, ഒന്ന് രാഷ്ട്രപതി. വൈകാട്ട് പഠിച്ചു വെച്ചേക്കുക. ആർട്ടിക്കിൾ 14 ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഒന്നായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ആർട്ടിക്കിൾ 14 ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഒന്നായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ, PYQ-ആണ്. 2023 ചോദിച്ചു. ജാതി, വർഗ, ലിംഗ, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15. പഠിക്കാലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക മക്കൾ? ഇത് ബൈഹാർട്ട് അങ്ങ് പഠിക്കുക. ആർട്ടിക്കിൾ 15 വിവേചനത്തിനെതിരെയുള്ള അവകാശം, വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം, വിവേചനത്തിനെതിരെ ഉള്ളൊരു അവകാശം അല്ലെങ്കിൽ വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നൊക്കെ പറയാം. ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. ജാതി, മത, വർഗ, വർണ്ണ, ഭാഷ, ലിംഗഭേദമന്യേ എല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 മക്കളെ ഇവിടെ ശ്രദ്ധിക്കണം. ആർട്ടിക്കിൾ 15 ഒരു ക്ലോസ് ആയിട്ട് 6 എന്ന് പറഞ്ഞ് പുതുതായിട്ട് ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് പഠിക്കണം. 15 6 പഠിക്കാനൊരു എളുപ്പമാണ്. 15 6 16 6 ഈ ഭേദഗതിയുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 15 6 എന്താണെന്ന് ചോദിച്ചാൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്ക് EWS, നിങ്ങളിപ്പോ PSC പരീക്ഷ എഴുതുമ്പോൾ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്, 10% വരെ സീറ്റുകൾ സംവരണം ചെയ്യുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നതാണ്. നമ്മുടെ ഈ അടുത്ത് വന്നതാണ്, മോദി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയായിരുന്നു 103 ഭരണഘടനാ ഭേദഗതി. ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഇപ്പൊ ഗുണം കിട്ടുന്നുണ്ട് അല്ലേ? ഗുണം കിട്ടുന്നവരൊക്കെ ഒന്ന് യൂട്യൂബിൽ കമന്റ് ചെയ്യും, ഞാൻ നോക്കട്ടെ ആരാ കണ്ടത്. അല്ലെങ്കിൽ ഒരാൾ കമന്റ് ചെയ്ത് ലൈക്ക് അടിച്ചാൽ മതി. അപ്പൊ ആർട്ടിക്കിൾ അല്ല, ഭേദഗതി 103 ആർട്ടിക്കിൾ 15 6 ആഡ് ചെയ്യുന്നുണ്ട്. വിവേചനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 15 അവിടെ പ്രത്യേകമായിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൊടുക്കുകയാണല്ലോ. ഇവിടെ ഒരു ചോദ്യം, അതിനകത്ത് 103 ഭേദഗതിയെ കുറിച്ച് ചോദിച്ചാൽ കണ്ടോ നിങ്ങൾ? ഇതുപോലെയൊക്കെ ചോദിക്കും. നിങ്ങളുടെ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് PSC ചോദ്യപേപ്പർ നമുക്ക് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കണം. നമ്മൾ പറഞ്ഞു EWS എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോക്ക സമുദായത്തിന് 10% സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം അല്ലെ? മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം. 10% നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ വായിക്കുന്ന സമയം ഇങ്ങനെ സമയം പോക്കരുത് അല്ലെ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ 10% കണ്ടു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഇവിടെ 12.5 അത് രണ്ടും വെട്ടി, അത് വേണ്ടാലോ. ഓക്കെ, ഏതാണ് 103 ഭരണഘടനാ ഭേദഗതി? ഇത് വളരെ എളുപ്പമല്ല ചിന്തിക്കണം. എളുപ്പമല്ല, അവിടെ അപകടം ഉണ്ട്. കേന്ദ്ര സർക്കാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കേന്ദ്ര സർക്കാർ ജോലികൾ പ്രവേശനത്തിന് സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് 10% സംവരണം ഏർപ്പെടുത്തി. കേന്ദ്ര സർക്കാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എന്ന് പറയുമ്പോൾ അവിടെ ന്യൂനപക്ഷം എന്നതൊരു വിഷയമാണ്. അപ്പൊ ഇതെന്താണ്? ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ പറഞ്ഞ മുന്നോക്ക സമുദായം നടക്കൂടാ മദ്രസയിൽ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ അത് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാലും കിട്ടും. നമുക്ക് ഓപ്ഷൻ A ആണ് കേട്ടോ. അവിടെ നമുക്ക് ഓപ്ഷൻ A പിക്ക് ചെയ്യാം. അതൊഴികെയുള്ള അവിടെയാണ്. എന്നാൽ ഇത് കേരള സർക്കാർ നടപ്പിലാക്കിയത് ഈ ഒരു ഭേദഗതി ബില്ല് 103 ഭരണഘടനാ ഭേദഗതി, 124 ഭരണഘടനാ ഭേദഗതി ബില്ല്
ഈ ഒരു ഭേദഗതി ഭരണഘടനയിൽ വരുത്തി മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ. ഇത് സർക്കാർ നമ്മുടെ കേരളത്തില് 2020 നടപ്പിലാക്കുന്നത് കേട്ടോ. 2020 പ്രധാനപ്പെട്ട ഭേദഗതി വരുത്തിയ വകുപ്പുകൾ കണ്ടല്ലേ, 15ഉം 16ലും. 15ലും 6 സബായിട്ട് 16ലും 6. ഇതിന്റെ ഡേറ്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക നിങ്ങൾ, പ്രധാനപ്പെട്ട എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവർക്ക്. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ 2019 മാത്രം പഠിക്കുക കേട്ടല്ലോ. 2019 ജനുവരി മാസം 8-ാം തീയതി ലോകസഭ പാസാക്കി. 2019 ജനുവരി മാസം 9-ാം തീയതി രാജ്യസഭ പാസാക്കി. 2019 ജനുവരി 12-ാം തീയതി പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചു. എന്ന് വെച്ചാൽ വിവേകാനന്ദന്റെ ജന്മദിനം. അന്നാണ് മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബില്ല് രാഷ്ട്രപതി അംഗീകരിക്കുന്നത് ജനുവരി 12, 2019. ഓക്കെ, നിലവിൽ വന്നത് 2019 ജനുവരി 14. കേരളത്തിനകത്ത് പിറ്റേത്തെ വർഷം ഒക്ടോബർ മാസം 23-ാം തീയതി നടപ്പിലാക്കി. ചോദ്യം കണ്ട നിങ്ങൾ മറ്റൊരു ക്വസ്റ്റ്യൻ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ഇത് ഈ പറഞ്ഞ സംവരണമല്ല, പക്ഷെ നമ്മൾ അറിയാതെ തെറ്റിപ്പോവും. പിന്നോക്ക വിഭാഗ കമ്മീഷനെ ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയാണ്? നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. 102-ാം ഭേദഗതിയാണ് കേട്ടോ. ഇപ്പൊ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ചിലർക്ക് 103 എന്ന് പറയുമ്പോൾ 102 കൺഫ്യൂഷൻ വരും കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 104 നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. മഹാത്മാഗാന്ധിജിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? വളരെ ഇമ്പോർട്ടൻറ്റും റിപ്പീറ്റ് ക്വസ്റ്റ്യനുമാണ്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതസ്വാതന്ത്ര്യമാണോ, അഭിപ്രായ സ്വാതന്ത്ര്യമാണോ, അവസരമാണോ? അല്ല, അയിത്ത നിർമ്മാർജ്ജനം. മഹാത്മാഗാന്ധിജിന്ന് കേൾക്കും അയിത്തം. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം നമ്മൾ ഇപ്പോൾ പറഞ്ഞു, അത് ആർട്ടിക്കിൾ 16. അപ്പൊ മഹാത്മാഗാന്ധിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ആർട്ടിക്കിൾ 17 17 അല്ലേ? രണ്ടും പഠിക്കാം. 16 അവസര സമത്വം പൊതു നിയമനങ്ങളില്, 17 അയിത്ത നിർമ്മാർജ്ജനം. അയിത്ത നിർമ്മാർജ്ജനം എന്ന് പറയുമ്പോൾ അസ്പൃശ്യതാ നിരോധനം അഥവാ അൺടച്ചബിലിറ്റി പ്രതിപാദിക്കുന്നു. ഇത് ഇങ്ങനത്തെയൊക്കെ ചോദിക്കും കേട്ടോ, പല പരീക്ഷയ്ക്കും. അസ്പൃശ്യതാ നിരോധനം, അൺടച്ചബിലിറ്റി എന്ന് ചോദിക്കും. ആർട്ടിക്കിൾ ആണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം വരുന്നത് കേട്ടല്ലോ. അതേ നിയമം പിന്നീട് ഈ പറഞ്ഞ തൊട്ടുകൂടായ്മ എന്നുള്ള പേരൊക്കെ മാറിയിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് വരുന്നുണ്ട് 1976. അതും പഠിച്ചു വെച്ചേക്കുക. മഹാത്മാഗാന്ധിജിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. അൺടച്ചബിലിറ്റി അഥവാ അസ്പൃശ്യതാ നിരോധനമാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 18 നമ്മൾ 14 മുതൽ തുടങ്ങി 18 അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് നീണ്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. വേറെ നിവൃത്തിയില്ല. ഇത് അത്രയ്ക്കും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമുക്ക് ഇതുപോലെ പഠിച്ചിട്ടേ പോകാൻ പറ്റൂ. ആവശ്യമുള്ളവരൊക്കെ പഠിക്കുക, യൂട്യൂബ് നോക്കിയിട്ടോ, സ്പീഡ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ. 18 ബഹുമതികൾ നിർത്തലാക്കുക, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക. 18 അവിടെയും ഒരു സമത്വമല്ലേ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ കാലത്തൊക്കെ ഒരുപാട് ചില പദവികളൊക്കെ അല്ലെ, ദിവാൻ പദവി, സർ പദവി കേട്ടില്ലേ, അങ്ങനെയൊക്കെ കൊടുത്തിരുന്നു. അത്തരം പദവികളൊന്നും വേണ്ട. നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസപരമായി നിങ്ങൾ നേടുന്നു ഡോക്ടർ അല്ലെ, നിങ്ങൾ ഡോക്ടറാണ്, നിങ്ങൾ ഡോക്ടർ എന്ന് നിങ്ങളുടെ പേരിന് മുമ്പ് ചേർത്തിക്കോ. നിങ്ങൾ ജോലി ചെയ്യുന്നു, സൈനിക ജോലി ചെയ്യുന്നു, കേണലാവുന്നു, കേണൽ എന്നുള്ള പേര് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വെച്ചോ, കുഴപ്പമില്ല. അത്തരം ബഹുമതികൾ ഒഴികെ മറ്റൊരു ബഹുമതികളും പേരിനൊപ്പം ചേർക്കാൻ പാടില്ല. അവിടെ ഒരു സംശയം ഉണ്ടാവും. പത്മശ്രീ ഇന്ന പേര് നമ്മൾ കേൾക്കാറില്ലേ, പലപ്പോഴും പത്മശ്രീ ഇന്ന ആള് വരുന്നു. അപ്പൊ ഇത് എങ്ങനെ വരുന്നു ചോദിച്ചാൽ ഇതൊരു ഇഷ്യൂ ആയിരുന്നു. ഈ കേസ് ശ്രദ്ധിക്കുക. 1996 ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. 1996 ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഈ കേസ് പ്രകാരം ബഹുമതികൾ എന്ന് പറയുമ്പോൾ ഭാരത് പത്മ പുരസ്കാരങ്ങളൊക്കെ അല്ലെ, ഞാനിപ്പോ പറയാം പത്മശ്രീ. ഇപ്പോ 2026 നിങ്ങൾക്കറിയാം പത്മഭൂഷൺ കിട്ടി മമ്മൂട്ടിക്ക്. ഇനി ഒരു പക്ഷേ വരുമ്പം പത്മശ്രീ മമ്മൂട്ടി അല്ലേ എന്നൊക്കെ പറയാറുണ്ട്. ഭരത് മമ്മൂട്ടി എന്ന് പറയാറില്ലേ. പത്രത്തില് നോക്കൂ, പത്മ അവാർഡുകള്, ഭാരതരത്ന, ഇതൊക്കെ അനുച്ഛേദം 18 സൂചിപ്പിക്കുന്ന തലക്കെട്ടുകൾ അഥവാ ബഹുമതികൾ, ടൈറ്റിൽസ് അതിൽ നിന്ന് ഉൾപ്പെടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. SCERT പഴയ SCERT ഇതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ക്ലാസിന്റെ ലെങ്ത് കൂടിയായിട്ട് തോന്നുകൊണ്ട് മാത്രം സ്പീഡ് പറഞ്ഞ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബാക്കി 19 മുതലുള്ള ആർട്ടിക്കിൾ അടുത്ത ക്ലാസ്സിൽ വരും. മക്കളെ ഇതുപോലെ കംപ്ലീറ്റ് PYQ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. 2023 ചോദിച്ച ഒരു ചോദ്യമാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത 14 ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ, 15, 16 ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞതിൽ ഏതാണ് ഒരു ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്നത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. പഠിച്ചത് ക്ലാസ് മനസ്സിലായിട്ട് കമന്റ് ചെയ്യുക.
രണ്ടാമത്തെ തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇത് രണ്ടും കൂട്ടുകാർ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മെല്ലെ മെല്ലെ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.